ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമല്ലേ എന്ന് വിശ്വസിക്കുന്നു, സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സറാസ് വേൾഡ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ ചാനൽ അത്യാവശ്യമൊക്കെ കാണലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു കോഴിക്കോട് എൻ്റെ മരുമകളെ കാണിക്കാൻ വേണ്ടി പോയതാണ്. മോൻ്റെ കൂടെയാണ് പോയത്, മോനും മരുമകളും ഞാനും. അപ്പോൾ അത്യാവശ്യമെല്ലാം അങ്ങനെയൊക്കെ യാത്ര ചെയ്തിട്ടാണ് എനിക്ക് ശീലമുള്ളൂ. എനിക്കങ്ങനെ വലിയ രീതിയിൽ യാത്ര ഒന്നും ചെയ്തിട്ടും വലിയ വലിയ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടൊന്നും എനിക്കൊരു ശീലവുമില്ല. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ മക്കൾ എനിക്ക് ഓരോ കാര്യങ്ങളും എനിക്ക് സഫലീകരിച്ച് തരാറുണ്ട്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാനിങ്ങനെ എവിടെയും പോയിട്ടും ഹസ്ബൻഡുമായിട്ട് ചുറ്റിക്കറങ്ങിയിട്ടൊന്നും എനിക്ക് യാതൊരു ശീലവുമില്ല. ഞാനങ്ങനെ പോയിട്ടുമില്ല ഒരു സ്ഥലത്തും. ഓരോ ഉമ്മമാർക്കും ഇതേപോലത്തെ അവസ്ഥകൾ ഉണ്ടാവാതിരിക്കാം. ഇങ്ങനെ പോകാതാണ്ടും എൻജോയ് ചെയ്തിട്ടും ചില ആൾക്ക് പോകാനുള്ള വഴി ഉണ്ടാവും, ചില ആൾക്ക് പോകാൻ ഇല്ലാത്ത വഴികളുണ്ടാവും. അതെല്ലാം ഓരോരുത്തരുടെ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം എനിക്കൊരു വലിയൊരു കാര്യമായിട്ട്, എനിക്ക് വലിയൊരു സമാധാനമായിട്ടും സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓരോ ലൈഫിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ഓരോരോ ലൈഫിലും വിഷമിച്ചിട്ടും ബുദ്ധിമുട്ടിയിട്ടൊക്കെ സഹിച്ച് ജീവിക്കുന്ന ഉമ്മമാരുണ്ടാവും. മക്കൾ കേൾക്കാനായിട്ടാണ് ഞാനീ പറയുന്നത്. ആ ഉമ്മമാരെയൊക്കെ മക്കൾ പുറത്ത് കൊണ്ടുപോയിട്ട് സന്തോഷിപ്പിക്കണം. അതിൽ ബർക്കത്തും റഹ്മത്തും പടച്ചോൻ നിങ്ങൾക്ക് തരും. ആ ഉമ്മമാരുടെ മനസ്സ് എത്ര ഹാപ്പി ആക്കിയാൽ നിങ്ങൾക്കാണ് നല്ലത്. ആ ഉമ്മമാരുടെ വിഷമങ്ങളൊന്നും മക്കളോട് ഒരിക്കലും പറയില്ല. ആ അമ്മമാർക്ക് പല വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലുണ്ടാവുമായിരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ പോയി വല്ലപ്പോഴും ഒക്കെ എൻജോയ് ചെയ്യിപ്പിക്കുന്നത് മക്കൾക്ക് വലിയൊരു ഹൈറും തുണയും, ഉമ്മാക്കൊരു തുണയുമായിരിക്കും. അപ്പോൾ വീട്ടിലുള്ള എല്ലാ ആൺമക്കളോടാണ് ഞാനീ പറയുന്നത്. പെൺമക്കളായാലും ആൺമക്കളായാലും ഉമ്മമാരെയും ഉപ്പമാരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് എൻജോയ് ചെയ്യാത്ത കാലങ്ങളൊക്കെ മറന്ന് അവരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. എല്ലാ രക്ഷിതാക്കളെയും എല്ലാ മക്കളോടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കഴിച്ച ഫുഡ്. ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഏത് ഹോട്ടലാണെന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കഴിച്ച കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താണ്. എനിക്ക് വളരെ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ മക്കൾ എന്നെ പുറത്ത് കൊണ്ടുപോയി എനിക്ക് ഇങ്ങനെയൊക്കെ മേടിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെയല്ലേ പിന്നെ ഓരോ ഉമ്മമാരും ഭക്ഷണമൊക്കെ കഴിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക.